ഞങ്ങൾ ബോർമസ് ആരംഭിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം കാര്യങ്ങൾ ഞങ്ങളുടെ വീട് ചെലവ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും ഒരു വെള്ളപ്പൊക്കം പോലെ വന്നത്. 6-ന്റെ തീരത്തായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കയറും. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു, വേറൊരു റൂം എടുത്ത് അങ്ങോട്ട്. ഇനി ഓവനൊക്കെ പോയാൽ ഇനി ഇത് ആദ്യമേ മുതൽ ഉണ്ടാക്കുക വളരെ പ്രയാസമാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് അതിനകത്തും കടബാധ്യതയായി. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത പൈസ ഇറക്കേണ്ടി വന്നപ്പോഴത്തേനും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ വീണ്ടും അച്ഛനെ അടുത്ത് വന്നത്. അച്ഛനെ കാണാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ലാതിരുന്നപ്പോഴാണ് ഇവിടെ പല രേഖകൾ വേണമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ ഹസ്ബൻഡ് വന്ന് എന്തായാലും അച്ഛനെ കണ്ടേച്ചേ പോകുന്നുള്ളൂ. ഞാൻ പോയി ഞങ്ങളുടെ റൂഫിംഗ് മെറ്റീരിയലിൻ്റെ പേര് ഒരു 3 ചെക്ക് കേസ് ഉണ്ടായിരുന്നു. പൈസയും കടബാധ്യതകളും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങളുടെ വീടൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ഒരു കടബാധ്യത പോലും മാറിയിട്ടില്ല. കടബാധ്യതകളെല്ലാം അതുപോലെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ചെക്ക് കേസിൻ്റെ പേപ്പർ ഫോണിലുണ്ടായിരുന്നു. അത് പോയി എടുത്തുകൊണ്ട് വന്നു അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിച്ചേച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനോ വീടോ വല്ലോ സ്ഥലമോ വല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞില്ല, ഒന്നുമില്ല. ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഓർമ്മയും ഞങ്ങൾ നഷ്ടത്തിലേക്ക് പോവുകയാണ്. എന്ത് ചെയ്താലും ഒരു ഉയർച്ച ഞങ്ങൾ കാണുന്നില്ല. എന്നാലും ഞങ്ങളെ ഇതുവരെ കർത്താവ് കൈവിട്ടിട്ടില്ല. ഓരോ കാര്യങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്രമമായിട്ട് അത്ഭുതകരമായിട്ട് നടന്നുകൊണ്ടിരുന്നു. അതൊരു വലിയ അനുഭവമാണ് എൻ്റെ. തിരിഞ്ഞു നോക്കുമ്പം കർത്താവിൻ്റെ ഒരു വലിയ കടബാധ്യതകൾ ഇങ്ങനെ മുമ്പിൽ നിന്നാലും കർത്താവിൻ്റെ ഒരു വലിയ കരവരം എനിക്ക് ബലമായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ഓരോ കാര്യത്തിലും ഒരു ചെറിയ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പോലും അത് ഞാൻ വളരെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ഈ 6 മാസം കഴിഞ്ഞ് 6 മുതൽ 8 മാസം കഴിയുമ്പോഴത്തേനും ഒരു മാറ്റം കാണുന്ന പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. അങ്ങനെ ഞങ്ങൾ ആ അച്ഛൻ്റെ വാക്ക് ഞാൻ വിശ്വസിച്ച് വീട്ടിൽ വന്നു. ഒരു കേസ് തള്ളിപ്പോയി. ഞങ്ങൾ പൈസ കൊടുത്തിരുന്നു. അത് ഞങ്ങളുടെ കയ്യിൽ രേഖയൊന്നുമില്ലായിരുന്നു. വേറൊരാൾ ഞങ്ങൾ പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പം ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ ഫോണിൽ പഴയ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും പൈസ അടച്ച രേഖകളെല്ലാം ആ ഫോണിൽ കിടക്കുന്നു. അങ്ങനെ അത് കാണിച്ച് ഞങ്ങൾക്ക് അതിനകത്ത് വിജയിക്കാൻ പറ്റി. പിന്നെ വേറൊരു കേസ് വിധിയാകുമെന്ന് വന്നപ്പോഴും ഞങ്ങൾ ആൾക്കാരെ കൊണ്ട് ജാമ്യത്തിനൊക്കെ ചെന്നപ്പം ഞാനിങ്ങനെ പോകുമ്പോഴെല്ലാം ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവിടെ ചെന്നപ്പം ആ കോടതി ആ കേസ് തള്ളിക്കളഞ്ഞു. ഇതിവിടെ എടുക്കത്തില്ല, ഇത് മറ്റു കോടതിയിലാണെന്ന് പറഞ്ഞ് അങ്ങനെ ആ കേസ് ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊന്നും ആയിട്ടില്ല. അതിങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ചിന്ത അതിനുശേഷം എൻ്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങി, ഒരു വിദേശത്ത് പോകുന്നതിനെപ്പറ്റി. ഞാൻ ഇന്നേവരെ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനുള്ള യോഗ്യത, ഒരു BCom പഠിച്ചു, കമ്പ്യൂട്ടർ TTC പഠിച്ചു. അതുകൊണ്ട് ഞാനിങ്ങനെ വിദേശത്ത് പോകും. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി. ഞാൻ ജർമ്മനിക്ക് പോകണോ, ചേച്ചി ജർമ്മനിയിലുണ്ട്, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പോയാലോ, അല്ലെ ഒരു എങ്ങനെ പോകും, ഏത് ജോലിക്ക് പോകും, ഒരു നേഴ്സിങ്ങോ അങ്ങനെയുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല, ഒരു വിദ്യാഭ്യാസം എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും വീണ്ടും എൻ്റെ മനസ്സിൽ വിദേശത്ത് പോകണം